നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്കോട്ട്ലൻഡിൽ ദയാവധം നിയമവിധേയമാക്കുന്ന അസിസ്റ്റന്റ് ഡൈയിങ് ഫോർ ടെർമിനലി ഇൻ അസൾട്ട് ബിൽ പരാജയപ്പെട്ടു. ബില്ല് 57-ന് എതിരെ 69 വോട്ടുകൾ സ്കോട്ടിഷ് പാർലമെന്റ് തള്ളി. ദയാവധ ബിൽ സ്കോട്ടിഷ് പാർലമെന്റിൽ അവതരിപ്പിച്ച് പരാജയപ്പെടുന്നത് ഇത് മൂന്നാം തവണ. ബില്ലിലേക്ക് നിർദ്ദേശിക്കപ്പെട്ട 175 ഭേദഗതികൾ പാർലമെന്റ് അംഗീകരിച്ചിരുന്നു. നിസ്സഹായർക്കും വൈകല്യമുള്ളവർക്കും എതിരെ ബില്ലിനെ പ്രയോഗിച്ചേക്കാമെന്ന ആശങ്കയിൽ പാർലമെന്റിന്റെ അംഗീകാരം ലഭിച്ചില്ല. UK-യിൽ ഓൺലൈൻ പാസ്പോർട്ടിനുള്ള അപേക്ഷാ ഫീസ് 100 പൗണ്ട് കടക്കുമെന്ന് സർക്കാർ. മുതിർന്നവരുടെ ചാർജ് 94.50 പൗണ്ടിൽ നിന്നും 102 പൗണ്ടായി. കുട്ടികൾക്ക് 61.50 പൗണ്ട് എന്നത് 66.50 പൗണ്ടായി ഉയരും. തപാൽ വഴി അപേക്ഷിക്കുന്ന മുതിർന്നവർക്ക് 107 പൗണ്ടിൽ നിന്നും 115.50 പൗണ്ടായും കുട്ടികൾക്ക് 74 പൗണ്ട് മുതൽ 80 പൗണ്ടായും ഫീസ് ഉയരും. അപേക്ഷാ നിരക്കുകൾ വരുത്തുന്ന മാറ്റങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് ഏപ്രിൽ 8-ന്. US-ന് പല രാജ്യങ്ങളിൽ നിന്നും വൻതോതിലുള്ള ആണവ ഭീഷണിയുണ്ട് എന്ന് രഹസ്യാന്വേഷണ റിപ്പോർട്ട്. റഷ്യ, ചൈന, ഉത്തര കൊറിയ, ഇറാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് അമേരിക്കയ്ക്ക് ആണവ ഭീഷണിയെന്ന് US രഹസ്യാന്വേഷണ വിഭാഗം മേധാവി തുൾസി ഗബാർഡ്. ചൈനയും റഷ്യയും US മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ കഴിവുള്ള അതിനൂതന സംവിധാനങ്ങൾ വികസിപ്പിക്കുകയാണെന്ന് അമേരിക്ക. ഉത്തര കൊറിയയും റഷ്യയുമായും ചൈനയുമായും ബന്ധമുള്ള വർദ്ധിപ്പിക്കുകയാണ് എന്നും അത് ആഗോള സുരക്ഷയ്ക്ക് ഗൗരവമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും തുൾസി ഗബാർഡ്. ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ നിയന്ത്രണം മറികടക്കാൻ നാവികസേനയെ അയക്കണമെന്ന അഭ്യർത്ഥന സഖ്യരാജ്യങ്ങളടക്കം തള്ളിയതിൽ അതൃപ്തി പ്രകടിപ്പിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയ്ക്ക് ആരുടെയും സഹായം വേണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ്. യൂറോപ്യൻ സൈനിക സഖ്യമായ നാറ്റോയും കൂടെ നിൽക്കാത്തതിൽ അമേരിക്കൻ പ്രസിഡന്റിന് അതൃപ്തി. ലോക നന്മയ്ക്ക് വേണ്ടി താൻ പ്രവർത്തിക്കുന്നതെന്നും ആരും കാണുന്നില്ലെന്നും യുക്രൈനെയും റഷ്യക്കെതിരെയും പൊരുതാൻ സഹായിച്ചത് US ആണെന്നും ട്രംപ്. ഇറാൻ യുദ്ധത്തെ ന്യായീകരിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ കാരണങ്ങൾ നുണയെന്ന് വ്യക്തമാകുന്ന റിപ്പോർട്ട് പുറത്ത്. 2025 ജൂണിൽ ഇസ്രായേലും US-ഉം ആക്രമിച്ചു തകർത്ത ആണവ സമ്പുഷ്ടീകരണ സംവിധാനങ്ങൾ ഇറാൻ പുനർനിർമ്മിച്ചില്ലെന്ന് US രഹസ്യാന്വേഷണ റിപ്പോർട്ട്. ഇറാനിൽ നിന്നും അടിയന്തര ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞാണ് ഇസ്രായേലുമായി ചേർന്ന് US ഫെബ്രുവരി 28-ന് ഇറാനെ ആക്രമിച്ചത്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷിത യാത്രയ്ക്കായി കൂടുതൽ യുദ്ധക്കപ്പലുകളെ അയക്കാൻ ഇന്ത്യൻ നാവികസേന. ഹോർമൂസ് കടലിടുക്കിന്റെ ദക്ഷിണ ഭാഗത്തുള്ള ഒമാൻ തീരക്കടലിലാണ് ഇന്ത്യൻ യുദ്ധക്കപ്പൽ വിന്യസിക്കുക. സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ ഇന്ത്യയിൽ നിന്നുമുള്ള ആദ്യ മെഡിക്കൽ സംഘം ഇറാനിലെത്തി. ബുധനാഴ്ചയാണ് ഇന്ത്യയിൽ നിന്നുമുള്ള മരുന്നുകളും മറ്റും അടങ്ങിയ മെഡിക്കൽ സാധനങ്ങൾ ഇറാനിലെത്തിയതെന്ന് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്ന വിമാന സർവീസുകൾ എയർ ഇന്ത്യ ഭാഗികമായി പുനരാരംഭിച്ചു. ഗൾഫ് മേഖലയിലേക്ക് എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും ചേർന്ന് 48 സർവീസുകൾ നടത്തും. ആഭ്യന്തര സർവീസുകൾ വിമാന ടിക്കറ്റ് ബുക്കിംഗ് ചെയ്യുമ്പോൾ 60% സീറ്റെങ്കിലും അധിക ചാർജ് ഈടാക്കാതെ യാത്രക്കാർക്ക് നൽകണമെന്ന് കേന്ദ്ര സർക്കാർ. നിലവിൽ 20% സീറ്റുകളാണ് അധിക തുക നൽകാതെ തിരഞ്ഞെടുക്കാനാവുക. വിമാന കമ്പനികൾക്കും ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റേതാണ് കർശന നിർദ്ദേശം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ സീറ്റിനെ ചൊല്ലി കോൺഗ്രസ് ഹൈക്കമാൻഡും കെ സുധാകരനും തമ്മിൽ നിലനിന്നിരുന്ന തർക്കത്തിനൊടുവിൽ ഹൈക്കമാൻഡ് വഴങ്ങി. കണ്ണൂരിൽ സുധാകരൻ മത്സരത്തിനിറങ്ങും. സ്ഥാനാർത്ഥി നിർണയം വൈകുന്നു എന്ന ആക്ഷേപങ്ങളെ തള്ളി പ്രതിപക്ഷ നേതാവ്. മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടുവോ എന്നും മറ്റ് കക്ഷികൾ തമ്മിൽ കലഹമുണ്ടോ എന്നുള്ള വാർത്തകൾ വാസ്തവമില്ല എന്നും വി ഡി സതീശൻ. BJP-യുടെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്ത്. കുമ്മനം രാജശേഖരൻ ആറന്മുളയിൽ സ്ഥാനാർത്ഥിയാകും. വാർത്തകൾ വിശദമായി. ദയാവധം നിയമവിധേയമാക്കുന്ന അസിസ്റ്റന്റ് ഡൈയിങ് ഫോർ ടെർമിനലി ഇൻ അസൾട്ട് ബിൽ 57-നെതിരെ 69 വോട്ടുകൾക്ക് സ്കോട്ടിഷ് പാർലമെന്റ് തള്ളി. താൻ വോട്ടിംഗിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുമെന്നും ഹെൽത്ത് സെക്രട്ടറി നീൽ ഗ്രേ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഈ ബില്ലിന്മേൽ മനസാക്ഷിക്ക് അനുസരിച്ച് വോട്ട് ചെയ്യാനുള്ള അവകാശം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ MP-മാർക്ക് നൽകിയിരുന്നു. ഇക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഔദ്യോഗിക നിലപാട് എടുത്തിരുന്നില്ല. ഇത് 3ാം തവണയാണ് ദയാവധ ബിൽ സ്കോട്ടിഷ് പാർലമെന്റിൽ അവതരിപ്പിച്ച് പരാജയപ്പെടുന്നത്. നേരത്തെ മരണമടഞ്ഞ മാർക്കോ മാക്ഡോൾ സ്കോട്ടിഷ് ഗ്രീൻ പാർട്ടിയുടെ സഹനേതാവ് പാട്രിക് ഹാർവിയും ഈ ബില്ല് അവതരിപ്പിച്ചപ്പോഴും തള്ളിക്കളഞ്ഞു. ലിബറൽ ഡെമോക്രാറ്റിക് MP ജെറേമി പുർവിസ് 2004-ൽ ഈ ബില്ല് അവതരിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും ആവശ്യമായ പിന്തുണ ലഭിക്കാത്തതിനാൽ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. സ്വന്തമായി തീരുമാനമെടുക്കാൻ പ്രാപ്തിയുള്ള മാറാവ്യാധികൾ കൊണ്ട് വലയുന്ന പ്രായപൂർത്തിയായവർക്ക് വൈദ്യസഹായത്തോട് മരണം വരിക്കാൻ സഹായിക്കുമോ എന്നായിരുന്നു MP-മാരുടെ ചോദ്യം. കഴിഞ്ഞയാഴ്ച പല ദിവസങ്ങളിലായി പാതിരാത്രി വരെ നീണ്ട ചൂടേറിയ ചർച്ചകൾക്കൊടുവിലാണ് ബില്ല് പാർലമെന്റ് തള്ളിയത്. ബില്ലിലേക്ക് നിർദ്ദേശിക്കപ്പെട്ട 175 ഭേദഗതികൾ പാർലമെന്റ് അംഗീകരിച്ചിരുന്നു. എന്നാൽ ഏറെ വികാരഭരിതമായ ചർച്ചകൾക്കൊടുവിൽ ഇന്നലെ MP-മാർ ബില്ല് നിരാകരിക്കുകയായിരുന്നു. ഈ ബില്ലിൽ ഒരുപക്ഷെ നിസ്സഹായർക്കും വൈകല്യമുള്ളവർക്കും എതിരെ പ്രയോഗിച്ചേക്കാം എന്ന ആശങ്കയാണ്
ബില്ലിനെ എതിർത്തവർ പ്രധാനമായും എടുത്തു കാണിച്ചത്. ലിയ മെക്കാദറാണ് ബില്ല് കൊണ്ടുവന്നത്. NHS ചികിത്സയ്ക്കുള്ള നീണ്ട കാത്തിരിപ്പ് സമയം മൂലം കൂടുതൽ പേർ സ്വകാര്യ ആരോഗ്യ സേവനങ്ങൾ തിരഞ്ഞെടുക്കുകയാണെന്ന് റിപ്പോർട്ട്. ഹെൽത്ത് വാച്ച് ഇംഗ്ലണ്ടിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് കഴിഞ്ഞ ഒരു വർഷത്തിൽ 16% പേരാണ് സ്വകാര്യ സെക്ടർ സേവനം ഉപയോഗിച്ചതെന്ന് കണ്ടെത്തൽ. 2 വർഷം മുമ്പ് ഇത് 9%. സമ്പന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് സ്വകാര്യ ചികിത്സയെ ആശ്രയിക്കുന്ന. 80,000 പൗണ്ടിലധികം വരുമാനമുള്ളവരിൽ 35% കഴിഞ്ഞ വർഷം സ്വകാര്യ സേവനം ഉപയോഗിച്ചതായും പഠനം പറയുന്നു. NHSൽ മിക്കപ്പോഴും വൈദ്യ പരിശോധനകളും സ്കാനിങ്ങുകളും വൈകുന്നത് മൂലമാണ് പലരും ആദ്യം സ്വകാര്യ രംഗത്ത് പോകുന്നതും പരിശോധന ഫലങ്ങൾ NHSലേക്ക് നൽകിയത് ഉടൻ ചികിത്സ ലഭിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്ന പ്രവണതയുമുണ്ട്. സ്വകാര്യ മേഖലയിൽ ചില പരിശോധനകൾ 48 മണിക്കൂറിനകം നടത്താൻ സാധിക്കുന്ന സ്ഥാനത്താണ് NHS കാത്തിരിക്കേണ്ടത് 18 ആഴ്ചയോളമാണ്. ഇതാണ് പലരുടെയും മനസ്സ് മടുപ്പിക്കുന്നത്. മാനസികാരോഗ്യം, വെയിറ്റ് ലോസ് മരുന്നുകൾ എന്നിവയ്ക്കും കൂടുതൽ പേർ സ്വകാര്യ സേവനം തേടുന്നു. ഡോക്ടർമാർ സ്വകാര്യ ചികിത്സാ ഉപയോഗം വർദ്ധിച്ചതോടെ NHS GPകളുടെ ജോലി ബാധ്യത കൂടിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. സ്വകാര്യ സേവനങ്ങൾ കൂടുതൽ പേർ ഉപയോഗിക്കുന്നത് 2 തരത്തിലുള്ള ആരോഗ്യ സംവിധാനത്തെ വർദ്ധിപ്പിക്കുന്നുവെന്നും ഉടനടി നടപടികൾ സ്വീകരിക്കേണ്ടതാണ് എന്നും ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ GP കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ കാറ്റി ബ്രാമൽ പറഞ്ഞു. NHS സേവനങ്ങൾ നവീകരിക്കുന്നതിലും പെട്ടെന്ന് ലഭ്യമാക്കുന്നതിലും മുന്നേറിക്കൊണ്ടാണ് ആരോഗ്യ വകുപ്പിന്റെ വക്താവ് വാർത്തകളോട് പ്രതികരിച്ചത്. UK-യിൽ ഓൺലൈൻ പാസ്പോർട്ടിനുള്ള അപേക്ഷാ ഫീസ് ആദ്യമായി 100 പൗണ്ട് കടക്കുമെന്ന് സർക്കാർ. പുതിയ നിർദ്ദേശപ്രകാരം UK-യിലെ മുതിർന്നവരുടെ ചാർജ് 94.50 പൗണ്ടിൽ നിന്നും 102 പൗണ്ടായും കുട്ടികൾക്ക് 61.50 പൗണ്ട് എന്നത് 66.50 പൗണ്ടായും ഉയരും. 8% വർധനവ് ഉപയോഗിക്കുന്നവരിലൂടെ അതിന്റെ ചെലവുകൾ നിറവേറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് നീങ്ങാൻ സഹായിക്കുമെന്നും നികുതിദായകരെ കുറച്ചു മാത്രം ആശ്രയിക്കുമെന്നും ഹോം ഓഫീസ് അറിയിച്ചു. പാർലമെന്റിൽ അംഗീകരിക്കാത്ത വിധം ഏപ്രിൽ 8-ന് പാസ്പോർട്ട് അപേക്ഷാ ഫീസുകൾ മാറ്റങ്ങൾ അവതരിപ്പിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. പദ്ധതി അനുസരിച്ച് UK-യിൽ തപാൽ വഴി അപേക്ഷിക്കുന്ന മുതിർന്നവർക്കും ഫീസ് 107 പൗണ്ടിൽ നിന്നും 115.50 പൗണ്ടായും കുട്ടികൾ 74 പൗണ്ട് മുതൽ 80 പൗണ്ടായും ഉയരും. ഒരു ദിവസത്തെ പ്രീമിയം സേവന രീതിക്ക് വില 222 നിന്നും 239.50 ഉയരും. വിദേശ അപേക്ഷകൾക്ക് ഓൺലൈനായി അപേക്ഷിക്കുന്ന പാസ്പോർട്ടിന് മുതിർന്നവർക്ക് 108 പൗണ്ടിൽ നിന്നും 116.50 പൗണ്ടും കുട്ടികൾക്ക് 70 പൗണ്ടിൽ നിന്നും 75.50 പൗണ്ടായി ഉയരും. വിദേശത്തു നിന്നും പേപ്പർ രേഖകൾ സമർപ്പിക്കുന്ന മുതിർന്നവരിൽ നിന്നും 120.50 നിന്നും 130 പൗണ്ട് ഈടാക്കും. കുട്ടികൾക്ക് വില 82.50 പൗണ്ടിൽ നിന്നും 89 പൗണ്ടായി ഉയരും. നിർദ്ദിഷ്ട ഫീസ് പാസ്പോർട്ട് അപേക്ഷകൾ പ്രോസസ് ചെയ്യുന്നതിനുള്ള ചെലവ്, നഷ്ടപ്പെട്ടതോ മോഷ്ടിക്കപ്പെട്ടതോ ആയ പാസ്പോർട്ടുകൾ ഉൾപ്പെടെ വിദേശ കോൺസുലർ പിന്തുണ, UK അതിർത്തികളിൽ ബ്രിട്ടീഷ് പൗരന്മാരെ പ്രോസസ് ചെയ്യുന്നതിനുള്ള ചെലവ് എന്നിവയ്ക്ക് സംഭാവന നൽകുന്നുവെന്നും ഹോം ഓഫീസ് പറഞ്ഞു. യാത്ര ചെയ്യുന്നതിന് മുൻപ് കൃത്യസമയത്ത് അപേക്ഷിക്കാൻ ഉപഭോക്താക്കളോട് നിർദ്ദേശിക്കുന്നു. പാസ്പോർട്ടിലെ വില മുമ്പ് 2024-ൽ 7%, 2023-ൽ അത് 9% വർദ്ധിച്ചു. UK-യിലെ പാസ്പോർട്ട് പുതുക്കൽ പ്രക്രിയയ്ക്ക് 3 ആഴ്ച വരെ എടുത്തേക്കാം. എന്നാൽ സ്കൂൾ അവധി ദിവസങ്ങൾക്ക് മുമ്പുള്ളതുപോലെ ഉയർന്ന ഡിമാൻഡുള്ള സമയങ്ങളിൽ ഇത് കൂടുതൽ സമയമെടുക്കും. ട്രംപ് തുടക്കമിട്ട ഇറാൻ യുദ്ധം മൂലം പുതിയ ഹോം ലോണുകൾ എടുക്കുന്ന ബ്രിട്ടീഷുകാർക്ക് 8 പണി. പുതിയ ഹോം ലോണുകൾ എടുക്കുന്നവർ 800 പൗണ്ട് അധിക ചെലവാണ്, അതായത് അധിക തിരിച്ചടവ് വർഷം സഹിക്കേണ്ടി വരുന്നത്. ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നേരിടുന്നത് ട്രംഫ്ലേഷൻ ആണെന്നും UK മോർഗേജ് നിരക്കുകൾ ഉയർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതെന്നും മണി ഫാക്ട്സ്. യുദ്ധം മൂലം പൊട്ടിപ്പുറപ്പെട്ട അനിശ്ചിതാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ 2 ആഴ്ചക്കിടെ ഏകദേശം 700 മോർഗേജ് ഡീലുകൾ പിൻവലിക്കപ്പെട്ടു എന്ന് കണക്ക്. ശരാശരി വാർഷിക മോർഗേജ് ബില്ല് 2 ആഴ്ച കൊണ്ട് 800 പൗണ്ടാണ്. മിഡിൽ ഈസ്റ്റ് യുദ്ധം മൂലം സംഭവിച്ചത്. ഫിക്സഡ് റേറ്റ് ഡീൽ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഒട്ടുമിക്കവും ആഗ്രഹിക്കാത്ത വാർത്ത കൂടിയാണ്. മണി ഫാക്ട് കൺസ്യൂമർ ഫിനാൻസ് ഹെഡ് ആം ഫ്രഞ്ച് പറഞ്ഞു. മാർച്ച് തുടക്കം 4.83% ശരാശരി 2 വർഷത്തേക്ക് ഫിക്സഡ് റേറ്റുകൾ ഇപ്പോൾ 5.28%. 2025 ഏപ്രിലിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയാണിത്. 5 വർഷത്തെ ഫിക്സഡ് ഡീലുകൾ 4.95% നിന്നും 5.32%. 2025 ഫെബ്രുവരിക്ക് ശേഷം ഉയർന്ന നിരക്കാണിതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 25 വർഷക്കാലത്തേക്ക് 2,50,000 പൗണ്ട് മോർഗേജ് ഉള്ള വ്യക്തിക്ക് 2 വർഷത്തേക്ക് ഫിക്സഡ് നിരക്കിൽ 788 പൗണ്ടും 5 വർഷത്തേക്ക് ഡീലിൽ 651 പൗണ്ടും വർദ്ധിക്കുന്നതാണ് ഈ മാറ്റങ്ങൾ. വീട് വാങ്ങുന്നവർക്കും റീമോർഗേജ് ചെയ്യാൻ ഒരുങ്ങുന്നവരും ഈ ചിലവ് ഉയരുന്ന തിരിച്ചടിയാണ്. 2026-ൽ 1.8 മില്യൺ ഫിക്സഡ് റേറ്റ് ഡീലുകൾ അവസാനിക്കുമെന്നാണ് കണക്ക്. ജോലി സമയത്തെ ചൊല്ലിയുള്ള തർക്കം പരിഹരിക്കുന്നതിനായി ലണ്ടൻ അണ്ടർഗ്രൗണ്ട് ഡ്രൈവർമാർ അടുത്ത ആഴ്ച നടത്താനിരുന്ന 2 24 മണിക്കൂർ പണിമുടക്കുകൾ പിൻവലിച്ചതായി RMT യൂണിയൻ.
എന്നിരുന്നാലും ഏപ്രിൽ മെയ് മാസങ്ങൾ കൂടുതൽ വാക്കൌട്ടുകൾ തുടരും. ഇത് യാത്രക്കാർക്ക് ദുരിതമുണ്ടാക്കും. മാർച്ച് 24, 26 തീയതികൾ ഉച്ചയ്ക്ക് യൂണിയൻ അംഗങ്ങൾ പണിമുടക്കാൻ തീരുമാനിച്ചിരുന്നു. ഏപ്രിൽ 21, 23 തീയതികൾ, മെയ് 19, 21 തീയതികളിലും മറ്റ് ആസൂത്രിത പണിമുടക്കുകൾ നടക്കാനിരിക്കുകയാണ്. ലണ്ടൻ മേയർ സാദിഖ് ഖാൻ പണിമുടക്ക് പിൻവലിച്ചതിനെ ലണ്ടൻ നിവാസികൾക്കും ബിസിനസ്സുകാർക്കും സന്ദർശകർക്കും നല്ല വാർത്ത എന്ന് വിശേഷിപ്പിച്ചു. അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചർച്ചകൾ ക്രിയാത്മകമായി നടന്നതിലും ഇരുപക്ഷവും ഒരു പരിഹാരത്തിനായി തുടർന്നും പ്രവർത്തിക്കുന്നതിലും തനിക്ക് സന്തോഷമുണ്ട്. എന്നാൽ തർക്കം തീർന്നിട്ടില്ല എന്നും RMT പറഞ്ഞു. എന്നിരുന്നാലും ലണ്ടൻ അണ്ടർഗ്രൗണ്ട് മാനേജ്മെന്റ് ശരിയായ ദിശയിൽ ചുവടുകൾ എടുത്തിട്ടുണ്ട് എന്നും ചർച്ചയിൽ ഒത്തുതീർപ്പിലെത്താൻ ശ്രമിക്കുന്നതിനായി വരും ആഴ്ചകളിലും കൂടുതൽ ചർച്ചകൾ നടത്താൻ പദ്ധതിയുണ്ട്. ഭൂരിഭാഗം ട്രെയിൻ ഓപ്പറേറ്റർമാരും നിർദ്ദേശങ്ങൾ നിരസിച്ചിട്ടും ഗതാഗത മേധാവികൾ സാധാരണ പ്രവൃത്തി ആഴ്ചയെ 4 ദിവസമാക്കി ചുരുക്കാനുള്ള പദ്ധതികളുമായി മുന്നോട്ടു പോകുന്നതിലാണ് തങ്ങളുടെ അംഗങ്ങൾ നടപടി സ്വീകരിക്കുന്നതെന്നും RMT അറിയിച്ചു. ഷിഫ്റ്റ് ദൈർഘ്യം ക്ഷീണിക്കാത്തതിലും സുരക്ഷയിലും ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ യൂണിയന്റെ ആശങ്കകളിൽ ഉൾപ്പെടുന്നു. ഏതാനും രാജ്യങ്ങളിൽ നിന്നും യുഎസിന് വൻതോതിലുള്ള ആണവ ഭീഷണിയുണ്ട് എന്ന് രഹസ്യാന്വേഷണ റിപ്പോർട്ട്. റഷ്യ, ചൈന, ഉത്തര കൊറിയ, ഇറാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് ഭീഷണി. US രഹസ്യാന്വേഷണ വിഭാഗം മേധാവി തുൾസി ഗബാർഡാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 2026 ആനുവൽ ത്രെറ്റ് അസസ്മെന്റ് റിപ്പോർട്ട് അവതരിപ്പിക്കുകയായിരുന്നു തുൾസി ഗബാർഡ്. യുഎസിനെ ആക്രമിക്കാൻ കഴിവുള്ള മിസൈലുകളുടെ എണ്ണം 2025 3000 ആയിരുന്നു. 2035 16,000 ആയി കുതിച്ചുയരുന്നുവെന്നും അവർ പറഞ്ഞു. റഷ്യ, ചൈന, ഉത്തര കൊറിയ, ഇറാൻ, പാകിസ്ഥാൻ എന്നിവ ആണവ പരമ്പരാഗത പ്ലേലോഡുകളുടെയും ആണവ വസ്തുക്കൾ ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിവുള്ള നൂതനവും പരമ്പരാഗതവുമായ മിസൈൽ സംവിധാനങ്ങൾ ഗവേഷണം ചെയ്യുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന വിവരം ലഭിച്ചിട്ടുണ്ട്. ഈ രാജ്യങ്ങൾ യുഎസിനെയാണ് ലക്ഷ്യമിടുന്നത്. തുൾസി ഗബാർഡ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ചൈനയും റഷ്യയും US മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ കഴിവുള്ള അതിനൂതന സംവിധാനങ്ങൾ വികസിപ്പിക്കുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ഉത്തര കൊറിയയുടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഇതിനകം തന്നെ US മണ്ണിൽ എത്താൻ കഴിയും. അവർ അവരുടെ ആണവ ശേഖരം വർദ്ധിപ്പിക്കാനുള്ള ലക്ഷ്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തുകയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉത്തര കൊറിയ റഷ്യയുമായും ചൈനയുമായും ബന്ധം വർദ്ധിപ്പിക്കുകയാണെന്നും അത് ആഗോള സുരക്ഷയ്ക്ക് ഗൗരവകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും അവർ സൂചിപ്പിച്ചു. ഹോർമോസ് കടലിടുക്കിലെ ഇറാന്റെ നിയന്ത്രണം മറികടക്കാൻ നാവികസേനയെ അയക്കണമെന്ന അഭ്യർത്ഥന സഖ്യരാജ്യങ്ങളടക്കം തള്ളിയതിൽ നിരാശനായ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഞങ്ങൾക്ക് ആരുടെയും സഹായം വേണ്ട. ഇതായിരുന്നു ട്രംപിന്റെ സമൂഹ മാധ്യമത്തിലെ കുറിപ്പ്. യൂറോപ്യൻ സൈനിക സഖ്യമായ നാറ്റോയുടെ കൂടെ നിൽക്കാത്തതിൽ അതൃപ്തനായി ട്രംപ്. ലോക നന്മയ്ക്കു വേണ്ടിയാണ് താൻ പ്രവർത്തിക്കുന്നതെന്നും ആരും അത് കാണുന്നില്ലെന്നും ട്രംപ് പരാതിപ്പെട്ടു. ഉക്രൈനിൽ റഷ്യക്കെതിരെ പൊരുതാൻ US ആണ് സഹായിച്ചത്. നാറ്റോയെ US വളരെയേറെ സഹായിച്ചുവെങ്കിലും തിരിച്ചൊന്നും കിട്ടുന്നില്ല. ഇറാൻ ആണവായുധം സ്വന്തമാക്കുന്നത് തടയേണ്ടത് സഖ്യകക്ഷികളുടെ ആവശ്യമാണ് എന്നും ട്രംപ് പറഞ്ഞു. ഹോർമൂസിലേക്ക് നാവികപ്പടയെ അയക്കണമെന്നും US ആവശ്യം ചൈനയ്ക്ക് പുറമെ ജപ്പാൻ, ഓസ്ട്രിയ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളും തള്ളിയിരുന്നു. ഇറാൻ വിഷയത്തിൽ നയതന്ത്ര മാർഗമാണ് യൂറോപ്പിന് താൽപര്യമെന്നും കഴിഞ്ഞ ദിവസം 27 അംഗ യൂറോപ്യൻ യൂണിയൻ വിദേശ മേധാവിയായ കായ കാലസ് വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ വർഷം ജൂണിൽ ഇസ്രായേലും US ആക്രമിച്ചു തകർത്ത ആണവ സമ്പുഷ്ടീകരണ സംവിധാനങ്ങൾ ഇറാൻ പുനർനിർമ്മിച്ചില്ലെന്ന് US രഹസ്യാന്വേഷണ റിപ്പോർട്ട്. ഇപ്പോഴത്തെ യുദ്ധത്തെ ന്യായീകരിക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ കാരണം നുണയെന്നും വ്യക്തമാക്കുന്നതാണ് റിപ്പോർട്ട്. യുഎസിനുള്ള ഭീഷണികളെ കുറിച്ച് സെനറ്റ് ഇന്റലിജൻസ് കമ്മിറ്റിക്ക് നൽകിയ വാർഷിക റിപ്പോർട്ടിൽ രഹസ്യാന്വേഷണ വിഭാഗം ഡയറക്ടർ തുൾസി ഗബാർഡാണ് ഇക്കാര്യം എഴുതി നൽകിയത്. ഇറാനിൽ നിന്നും അടിയന്തര ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞാണ് ഇസ്രയേലിന് മേൽ ചേർന്ന് US ഫെബ്രുവരി 28 ഇറാനെ ആക്രമിച്ചത്. ഇറാൻ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അണുബോംബ് ഉണ്ടാക്കുമെന്ന് അറിഞ്ഞതിനാലാണ് ആക്രമിച്ചതെന്നും അന്നു മുതൽ ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആക്രമണങ്ങൾ മൂലം ഇറാന് വൻ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എങ്കിലും അവിടുത്തെ സർക്കാർ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്നും സെനറ്റിനോട് തുൾസി വ്യക്തമാക്കി. ഇപ്പോഴത്തെ സർക്കാർ നിലനിന്നാൽ നഷ്ടമായതെല്ലാം അവർ പുനർനിർമ്മിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. 1 പൗണ്ട് 123.86 ഇന്ത്യൻ രൂപ. 1 പൗണ്ട് 1.16 യൂറോ. 1 US ഡോളർ 93.32 ഇന്ത്യൻ രൂപ. 1 യൂറോ 107.01 ഇന്ത്യൻ രൂപ. 1 പൗണ്ട് 1.33 US ഡോളർ. 1 കനേഡിയൻ ഡോളർ 67.97 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. പശ്ചിമേഷ്യയിലെ യുദ്ധത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷിത യാത്രയ്ക്കായി
കൂടുതൽ യുദ്ധക്കപ്പലുകൾ അയക്കാൻ ഇന്ത്യൻ നാവികസേന. ഹോർമൂസ് കടലിടുക്കിന്റെ ദക്ഷിണ ഭാഗത്തുള്ള ഒമാൻ തീരക്കടലിലാണ് ഇന്ത്യൻ യുദ്ധക്കപ്പൽ വിന്യസിക്കുക. ഇന്ത്യൻ പതാകവാഹകരായ കൂടുതൽ ഇന്ധന കപ്പലുകളെ ഇതുവഴി കടന്നുപോകാൻ ഇറാൻ അനുവദിച്ചേക്കുമെന്ന പ്രതീക്ഷയാണ് നാവികസേനയുടെ പുതിയ നീക്കത്തിനു പിന്നിൽ. ഈ അധിക വിന്യാസത്തോടെ മേഖലയിൽ ഇന്ത്യൻ യുദ്ധക്കപ്പലുകളുടെ എണ്ണം 6 മുതൽ 7 വരെയാകും. ഈ ആഴ്ച ആദ്യം UAE ഫുജറൈ തുറമുഖത്ത് നിന്നും പുറപ്പെട്ട ഇന്ത്യൻ എണ്ണക്കപ്പൽ ഇന്ത്യൻ യുദ്ധക്കപ്പലിന്റെ അകമ്പടിയോടെയാണ് രാജ്യത്തിന്റെ പടിഞ്ഞാറൻ തീരത്തേക്ക് സുരക്ഷിതമായി എത്തിച്ചിരുന്നത്. ഫെബ്രുവരി 28-ന് ആരംഭിച്ച ഇറാനെതിരെയുള്ള US-ഇസ്രായേൽ ആക്രമണം ആഗോള ക്രൂഡ് ഓയിൽ വിതരണത്തിന്റെ 20% കൈകാര്യം ചെയ്യുന്ന നിർണായക സമുദ്രപാതയായ ഹോർമൂസ് കടലിടുക്കിന്റെ ഫലത്തിൽ അടച്ചിരിക്കുകയാണ്. ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് 22 ഇന്ത്യൻ കപ്പലുകളാണ് ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത്. സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ ഇന്ത്യയിൽ നിന്നുമുള്ള ആദ്യഘട്ട മെഡിക്കൽ സംഘം ഇറാനിലെത്തി. ബുധനാഴ്ചയാണ് ഇന്ത്യയിൽ നിന്നുമുള്ള മരുന്നുകളും മറ്റുമടങ്ങിയ മെഡിക്കൽ സാധനങ്ങൾ ഇറാനിലെത്തിയതെന്ന് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി. ഇന്ത്യയിൽ നിന്നുമുള്ള സഹായം ഇറാനിയൻ റെഡ് ക്രസന്റ് സൊസൈറ്റി എത്തിച്ചതായി ഇന്ത്യയിലെ ഇറാൻ എംബസി അറിയിച്ചു. സഹായം എത്തിച്ചതിന് ഇന്ത്യയിലെ ജനങ്ങളോട് ഇറാൻ എംബസി നന്ദി അറിയിച്ചു. ഇറാനിലെത്തിയ മെഡിക്കൽ സാമഗ്രികളും ചിത്രങ്ങളും ഇറാൻ എംബസി സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു. സൈനിക നീക്കത്തിന് പിന്നാലെയാണ് ഇറാനിലെ ആരോഗ്യ മേഖലയും വൻ പ്രതിസന്ധി നേരിട്ടു തുടങ്ങിയത്. US-ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാനിൽ ഇതുവരെ 1300-ലധികം പേർ കൊല്ലപ്പെട്ടിരുന്നു. 7000-ലധികം പേർക്ക് പരിക്കേറ്റു. രാജ്യത്തെ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണമുണ്ടായി. ഇറാനിലെ ആരോഗ്യ മേഖല നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് ലോകാരോഗ്യ സംഘടനയും അടുത്തിടെ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു. അതിനിടെയാണ് ഇറാനിലെ പ്രാഥമിക ആരോഗ്യ സംവിധാനങ്ങൾ നിലവിൽ ഇത്തരം വെല്ലുവിളികൾ നേരിടാൻ സജ്ജമാണ് എന്ന് ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ഹനാൻ ബാൽക്കി വ്യക്തമാക്കിയത്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്ന വിമാന സർവീസുകൾ എയർ ഇന്ത്യ ഭാഗികമായി പുനരാരംഭിക്കുന്നു. ഇന്ന് ഗൾഫ് മേഖലയിലേക്ക് എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും ചേർന്ന് ആകെ 48 സർവീസുകൾ നടത്തുമെന്ന് അധികൃതർ. ഇതിൽ 16 ഷെഡ്യൂൾ സർവീസുകളും 32 നോൺ ഷെഡ്യൂൾ സർവീസുകളും ഉൾപ്പെടുന്നു. ദുബായിലേക്കുള്ള സർവീസുകൾ ബുധനാഴ്ച വൈകുന്നേരത്തോടെ തന്നെ പുനരാരംഭിച്ചിട്ടുണ്ട്. ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ നിർദ്ദേശം അനുസരിച്ച് വൈകുന്നേരം 4 മണി മുതൽ സർവീസുകൾ സാധാരണ നിലയിലായതായും ഇൻഡിഗോയും അറിയിച്ചിരുന്നു. അതേസമയം മേഖലയിലെ സുരക്ഷാ സാഹചര്യം വിലയിരുത്തിയ ശേഷം മാത്രമേ എല്ലാ നഗരങ്ങളിലേക്കുമുള്ള സർവീസുകൾ പൂർണ്ണതോതിൽ പുനരാരംഭിക്കാനാകൂ എന്ന് ആകാശ എയർ വ്യക്തമാക്കി. റിയാദ്, മുംബൈ സർവീസുകൾ ഇന്നു മുതൽ ആരംഭിക്കും. എന്നാൽ അബുദാബി, ദോഹ, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ മാർച്ച് 21 വരെ നിർത്തിവച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 28-ന് പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഇതുവരെ ഏകദേശം 2.6 ലക്ഷം ഇന്ത്യക്കാർ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങിയെത്തിയതായാണ് കണക്കുകൾ. വ്യോമപാതയിൽ നിയന്ത്രണങ്ങൾ കാരണം പല വിമാനങ്ങളും വഴിതിരിച്ചുവിട്ടാണ് നിലവിൽ സർവീസ് നടത്തുന്നത്. അതേസമയം ആഭ്യന്തര സർവീസുകൾ വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ 60% സീറ്റെങ്കിലും അധിക ചാർജ് ഈടാക്കാതെ യാത്രക്കാർക്ക് നൽകണമെന്നും കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച് വിമാന കമ്പനികൾക്കും ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നിർദ്ദേശം നൽകി. നിലവിൽ 20% സീറ്റുകളാണ് അധിക തുക നൽകാതെ തിരഞ്ഞെടുക്കാനാവുക. ജനാലയ്ക്കരികിൽ, ഇടനാഴിക്കരികിൽ, അതുപോലെ കൂടുതൽ ലെഗ് സീറ്റുകൾ എന്നിവയ്ക്ക് ഉയർന്ന നിരക്കാണ് ഈടാക്കുന്നത്. വിമാനത്തിന്റെ പിൻഭാഗത്തോ നടുവിലോ ഉള്ള കുറച്ച് സീറ്റുകൾക്ക് മാത്രമേ അധിക നിരക്ക് ഇല്ലാതിരിക്കാറുള്ളൂ. ജീവനക്കാർക്കായി കർശനമായ ഡ്രസ് കോഡുമായി ഹിമാചൽ പ്രദേശ് സർക്കാർ. ജീൻസ്, ടീഷർട്ട്, പാർട്ടി വെയർ എന്നിവയ്ക്ക് ഓഫീസുകളിലും കോടതികളിലും നിരോധനം. ഇതിനു പുറമെ സമൂഹ മാധ്യമങ്ങളിൽ രാഷ്ട്രീയ, മതപരമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തരുതെന്നും കർശന നിർദ്ദേശം. ചീഫ് സെക്രട്ടറി സഞ്ജയ് ഗുപ്തയാണ് മാർഗനിർദ്ദേശം പുറത്തിറക്കിയത്. എല്ലാ സർക്കാർ ജീവനക്കാരും ഫോർമലായും വൃത്തിയായും മാന്യതയുള്ളതുമായി തിളക്കം കുറഞ്ഞ വസ്ത്രം ധരിക്കണമെന്നാണ് ഇതിൽ വ്യക്തമാക്കുന്നത്. പുരുഷന്മാരായ ജീവനക്കാർക്ക് ഷൂ അല്ലെങ്കിൽ സാൻഡലറുകൾ ധരിക്കാം. വസ്ത്രമാണ് എങ്കിൽ പാന്റോ, ട്രൗസറോ, കോളറുള്ള ഷർട്ടോ ധരിക്കാം. സ്ത്രീകൾക്ക് സാരി, ഫോർമൽ സ്യൂട്ടുകൾ, സൽവാർ, ചുരിദാർ, ദുപ്പട്ട, കുർത്ത എന്നിവയും ധരിക്കാനാകും. കാഷ്വലായുള്ള വേഷങ്ങൾ ധരിച്ച് ചില ജീവനക്കാർ വ്യക്തിഗത സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ സർക്കാർ സ്കീമുകൾ പങ്കുവയ്ക്കുകയും ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. 2017 ഓഗസ്റ്റ് 3-ന് സമാനമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടും പല ജീവനക്കാരും അത് പാലിക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് പുതിയ നിർദ്ദേശത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ സീറ്റിനെ ചൊല്ലി കോൺഗ്രസും ഹൈക്കമാൻഡും കെ സുധാകരനും തമ്മിൽ നിലനിന്നിരുന്ന തർക്കത്തിന് ഒടുവിൽ ഹൈക്കമാൻഡ് വഴങ്ങി. സീറ്റ് വിഭജനത്തിൽ സുധാകരന്റെ കടും പിടുത്തത്തിന് മുന്നിൽ നേതൃത്വം മുട്ടുമടക്കിയതോടെ കണ്ണൂരിൽ സുധാകരൻ മത്സരത്തിനിറങ്ങുമെന്ന് ഉറപ്പ്. കഴിഞ്ഞ ഏതാനും മണിക്കൂറിനുള്ളിൽ നടന്ന നാടകീയമായ നീക്കങ്ങളാണ് ഹൈക്കമാൻഡിനെ
മുൻ തീരുമാനത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. ഡൽഹിയിലെത്തിയ ശേഷം തന്നെ ചർച്ചകളിൽ തഴയുന്നതിൽ സുധാകരൻ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. നമ്മളോടൊക്കെ ആര് ചർച്ച ചെയ്യാൻ, നമ്മളൊക്കെ ആരാണ് എന്ന പരാതി കലർന്ന ചോദ്യമാണ് അദ്ദേഹം ആദ്യം ഉയർത്തിയത്. ഇന്ന് രാവിലെ 8 മണിയോടെയാണ് സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നതോടെയാണ് സാഹചര്യം വഷളായത്. തുടക്കത്തിൽ ഇത് വെറും ഒരു സമ്മർദ്ദ തന്ത്രം മാത്രമായി ഹൈക്കമാൻഡ് കണക്കാക്കിയിരുന്നുവെങ്കിലും പിന്നീട് കാര്യങ്ങൾ മാറിമറിഞ്ഞു. പ്രശ്ന പരിഹാരത്തിനായി സുധാകരൻ, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ.സി. വേണുഗോപാൽ എന്നിവരുമായി ടെലിഫോണിൽ ബന്ധപ്പെട്ടു. കണ്ണൂരിലെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് കെ.സി. വേണുഗോപാലിനോട് ആരാഞ്ഞ സുധാകരന് സ്ക്രീനിംഗ് കമ്മിറ്റി എടുത്ത തീരുമാനം അനുകൂലമല്ല എന്ന സൂചനയാണ് ലഭിച്ചത്. ഉടൻ തന്നെ ശരി, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി, ഓക്കെ ഗുഡ് ബൈ എന്ന് പറഞ്ഞ് സുധാകരൻ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചു. ഈ ഒരു ഒറ്റ ഗുഡ് ബൈ സന്ദേശം ഹൈക്കമാൻഡിന്റെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും പൂർത്തിയായി. ആകെയുള്ള 140 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അന്തിമ തീരുമാനമായതായി മുന്നണിക്കുള്ളിൽ യാതൊരുവിധ തർക്കങ്ങളും നിലനിൽക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രത്തോളം സുഗമമായ സീറ്റ് വിഭജനം പൂർത്തിയാകുന്നതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. സീറ്റ് വിഭജന കണക്കുകൾ പ്രകാരം കോൺഗ്രസ് ഇത്തവണ 95 മണ്ഡലങ്ങളിലാണ് ജനവിധി തേടുന്നത്. ഇതിൽ 55 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ബാക്കിയുള്ള 40 സീറ്റുകളിലെ സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് അധ്യക്ഷന്റെ ഒപ്പിനായി നൽകിയിരിക്കുകയാണെന്നും ഇന്ന് തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നും സതീശൻ അറിയിച്ചു. MP-മാർ നിയമസഭയിലേക്ക് മത്സരിക്കുമോ എന്ന ചോദ്യത്തിനായിരുന്നു പട്ടിക പുറത്തു വരുമ്പോൾ അതിന് വ്യക്തമായ മറുപടി ലഭിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയത്. സ്ഥാനാർത്ഥി നിർണയം വൈകുന്നു എന്ന ആക്ഷേപങ്ങളെ പ്രതിപക്ഷ നേതാവ് തള്ളി. സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഡൽഹിയിൽ എത്താൻ വൈകിയതും ഒരാൾക്ക് സുഖമില്ലാതായതും കാരണമാണ് നേരിയ താമസമുണ്ടായതെന്നും അദ്ദേഹം വിശദീകരിച്ചു. കേവലം 2 ദിവസത്തെ ചർച്ചകൾ കൊണ്ട് കോൺഗ്രസ് പട്ടിക പൂർത്തിയാക്കി എന്നത് വലിയ നേട്ടമായാണ് മുന്നണി കാണുന്നത്. LDF-ന്റെ പല കക്ഷികളുടെയും പട്ടിക ഇനിയും പുറത്തിറങ്ങാനുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഘടകകക്ഷികൾക്കിടയിലെ സീറ്റുകളെ ചൊല്ലി വലിയ തർക്കങ്ങൾ നടക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നും മറ്റ് കക്ഷികൾ തമ്മിൽ കലഹമുണ്ടോ എന്നുള്ള വാർത്തകളിൽ വാസ്തവമില്ല. ഒരു തരത്തിലുള്ള അപസ്വരവുമില്ലാതെ ടീം UDF എന്ന നിലയിൽ ഒറ്റക്കെട്ടായാണ് മുന്നണി മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും 140 സീറ്റുകളും കൃത്യമായി പങ്കിട്ടുവെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. BJP-യുടെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്ത്. 39 പേരുടെ പട്ടികയാണ് പുറത്തുവിട്ടത്. കുമ്മനം രാജശേഖരൻ ആറന്മുളയിൽ സ്ഥാനാർത്ഥിയാകും. റിയാലിറ്റി ഷോ താരം റോബിൻ രാധാകൃഷ്ണൻ കുണ്ടറയിൽ നിന്നും ജനവിധി തേടും. നാട്ടികയിൽ CC മുകുന്ദനാണ് സ്ഥാനാർത്ഥി. B. ഗോപാലകൃഷ്ണൻ ഗുരുവായൂരിൽ മത്സരിക്കും. പറവൂരിൽ വത്സല പ്രസന്നകുമാറാണ് സ്ഥാനാർത്ഥി. 4 വനിതകൾ 2ാം ഘട്ട പട്ടികയിലുണ്ട്. ആദ്യ പട്ടികയിൽ 47 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. ഇതുവരെ 86 പേരുടെ പട്ടികയാണ് BJP പുറത്തുവിട്ടത്. ഇനി സ്പോർട്സ്. ഓസ്ട്രേലിയയിൽ രാഷ്ട്രീയ അഭയം തേടാനുള്ള തീരുമാനം പിൻവലിച്ച ഇറാൻ ദേശീയ വനിതാ ഫുട്ബോൾ ടീമിലെ 5 താരങ്ങൾ നാട്ടിൽ തിരിച്ചെത്തി. ബുധനാഴ്ച ഉച്ചയോടെ ടർക്കി വഴി ഇറാൻ അതിർത്തി കടന്ന താരങ്ങളെ സർക്കാർ പ്രതിനിധികൾ സ്വീകരിച്ചു. ഏഷ്യൻ കപ്പ് ടൂർണമെന്റിനിടെയാണ് ടീമിലെ ഭൂരിഭാഗം താരങ്ങളും ഇറാനിലേക്ക് മടങ്ങാൻ വിസമ്മതിച്ച് ഓസ്ട്രേലിയൻ സർക്കാരിനോട് സംരക്ഷണം തേടിയത്. മാർച്ച് 2-ന് നടന്ന ഏഷ്യൻ കപ്പിലെ ആദ്യ മത്സരത്തിൽ ഇറാന്റെ ദേശീയ ഗാനം ആലപിച്ചപ്പോൾ താരങ്ങൾ നിശബ്ദത പാലിച്ചിരുന്നു. അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ സർക്കാരിനോടുള്ള പ്രതിഷേധ സൂചകമായാണ് താരങ്ങൾ നിശബ്ദത പാലിച്ചത്. ഇതിനു പിന്നാലെയാണ് ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലുകൾ താരങ്ങളെ രാജ്യദ്രോഹികൾ എന്ന് വിളിക്കുകയും അവർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഇതോടെയാണ് ജീവന് ഭീഷണിയുണ്ട് എന്ന് ഭയന്ന് താരങ്ങൾ ഓസ്ട്രേലിയയിലെ മാനുഷിക വിസയ്ക്കായി അപേക്ഷിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്കോട്ട്ലൻഡിൽ ദയാവധം നിയമവിധേയമാക്കുന്ന അസിസ്റ്റന്റ് ഡൈൻ ഫോർ ടെർമിനലി ഇൻ അസൾട്ട് ബിൽ പരാജയപ്പെട്ടു. ബില്ല് 57-ന് എതിരെ 69 വോട്ടുകൾ സ്കോട്ടിഷ് പാർലമെന്റ് തള്ളി. ദയാവധ ബിൽ സ്കോട്ടിഷ് പാർലമെന്റിൽ അവതരിപ്പിച്ച് പരാജയപ്പെടുന്നത് ഇത് 3ാം തവണ. ബില്ലിലേക്ക് നിർദ്ദേശിക്കപ്പെട്ട 175 ഭേദഗതികൾ പാർലമെന്റ് അംഗീകരിച്ചിരുന്നു. നിസ്സഹായർക്കും വൈകല്യമുള്ളവർക്കും എതിരെ ബില്ലിനെ പ്രയോഗിച്ചേക്കാമെന്ന ആശങ്കയിൽ പാർലമെന്റിന്റെ അംഗീകാരം ലഭിച്ചില്ല. UK-യിൽ ഓൺലൈൻ പാസ്പോർട്ടിനുള്ള അപേക്ഷാ ഫീസ് 100 പൗണ്ട് കടക്കുമെന്ന് സർക്കാർ. മുതിർന്നവരുടെ ചാർജ് 94.50 പൗണ്ടിൽ നിന്നും 102 പൗണ്ടായി. കുട്ടികൾക്ക് 61.50 പൗണ്ട് എന്നത് 66.50 പൗണ്ടായി ഉയരും. തപാൽ വഴി അപേക്ഷിക്കുന്ന മുതിർന്നവർക്ക് 107 പൗണ്ടിൽ നിന്നും 115.50 പൗണ്ടായും കുട്ടികൾക്ക് 74 പൗണ്ട് മുതൽ 80 പൗണ്ടായും ഫീസ് ഉയരും. അപേക്ഷാ നിരക്കുകൾ വരുത്തുന്ന മാറ്റങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് ഏപ്രിൽ 8-ന്. US-നെ പല രാജ്യങ്ങളിൽ നിന്നും വൻതോതിലുള്ള ആണവ ഭീഷണിയുണ്ട് എന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ട്. റഷ്യ, ചൈന, ഉത്തര കൊറിയ, ഇറാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് അമേരിക്കയ്ക്ക് ആണവ ഭീഷണി എന്ന്
US രഹസ്യാന്വേഷണ വിഭാഗം മേധാവി തുൾസി ഗബാർഡ്. ചൈനയും റഷ്യയും US മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ കഴിവുള്ള അതിനൂതന സംവിധാനങ്ങൾ വികസിപ്പിക്കുകയാണെന്ന് അമേരിക്ക. ഉത്തര കൊറിയയും റഷ്യയുമായും ചൈനയുമായും ബന്ധമുള്ള വർദ്ധിപ്പിക്കുകയാണ് എന്നും അത് ആഗോള സുരക്ഷയ്ക്ക് ഗൗരവമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും തുൾസി ഗബാർഡ്. ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ നിയന്ത്രണം മറികടക്കാൻ നാവികസേനയെ അയക്കണമെന്ന അഭ്യർത്ഥന സഖ്യരാജ്യങ്ങളടക്കം തള്ളിയതിൽ അതൃപ്തി പ്രകടിപ്പിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയ്ക്ക് ആരുടെയും സഹായം വേണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ്. യൂറോപ്യൻ സൈനിക സഖ്യമായ നാറ്റോയും കൂടെ നിൽക്കാത്തതിൽ അമേരിക്കൻ പ്രസിഡന്റിന് അതൃപ്തി. ലോക നന്മയ്ക്ക് വേണ്ടി താൻ പ്രവർത്തിക്കുന്നതെന്നും ആരും കാണുന്നില്ലെന്നും യുക്രൈനെയും റഷ്യക്കെതിരെയും പൊരുതാൻ സഹായിച്ചത് US ആണെന്നും ട്രംപ്. ഇറാൻ യുദ്ധത്തെ ന്യായീകരിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ കാരണങ്ങൾ നുണയെന്ന് വ്യക്തമാകുന്ന റിപ്പോർട്ട് പുറത്ത്. 2025 ജൂണിൽ ഇസ്രായേലും US ആക്രമിച്ചു തകർത്ത ആണവ സമ്പുഷ്ടീകരണ സംവിധാനങ്ങൾ ഇറാൻ പുനർനിർമ്മിച്ചില്ലെന്ന് US രഹസ്യാന്വേഷണ റിപ്പോർട്ട്. ഇറാനിൽ നിന്നും അടിയന്തര ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞാണ് ഇസ്രായേലുമായി ചേർന്ന് US ഫെബ്രുവരി 28 ഇറാനെ ആക്രമിച്ചത്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷിത യാത്രയ്ക്കായി കൂടുതൽ യുദ്ധക്കപ്പലുകളെ അയക്കാൻ ഇന്ത്യൻ നാവികസേന. ഹോർമൂസ് കടലിടുക്കിന്റെ ദക്ഷിണ ഭാഗത്തുള്ള ഒമാൻ തീരക്കടലിലാണ് ഇന്ത്യൻ യുദ്ധക്കപ്പൽ വിന്യസിക്കുക. സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ ഇന്ത്യയിൽ നിന്നുമുള്ള ആദ്യ മെഡിക്കൽ സംഘം ഇറാനിലെത്തി. ബുധനാഴ്ചയാണ് ഇന്ത്യയിൽ നിന്നുമുള്ള മരുന്നുകളും മറ്റും അടങ്ങിയ മെഡിക്കൽ സാധനങ്ങൾ ഇറാനിലെത്തിയതെന്ന് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്ന വിമാന സർവീസുകൾ എയർ ഇന്ത്യ ഭാഗികമായി പുനരാരംഭിച്ചു. ഗൾഫ് മേഖലയിലേക്ക് എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും ചേർന്ന് 48 സർവീസുകൾ നടത്തും. ആഭ്യന്തര സർവീസുകൾ വിമാന ടിക്കറ്റ് ബുക്കിംഗ് ചെയ്യുമ്പോൾ 60% സീറ്റെങ്കിലും അധിക ചാർജ് ഈടാക്കാതെ യാത്രക്കാർക്ക് നൽകണമെന്ന് കേന്ദ്ര സർക്കാർ. നിലവിൽ 20% സീറ്റുകളാണ് അധിക തുക നൽകാതെ തിരഞ്ഞെടുക്കാനാവുക. വിമാന കമ്പനികൾക്കും ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റേതാണ് കർശന നിർദ്ദേശം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ സീറ്റിനെ ചൊല്ലി കോൺഗ്രസ് ഹൈക്കമാൻഡും കെ സുധാകരനും തമ്മിൽ നിലനിന്നിരുന്ന തർക്കത്തിനൊടുവിൽ ഹൈക്കമാൻഡ് വഴങ്ങി. കണ്ണൂരിൽ സുധാകരൻ മത്സരത്തിനിറങ്ങും. സ്ഥാനാർത്ഥി നിർണയം വൈകുന്നു എന്ന ആക്ഷേപങ്ങളെ തള്ളി പ്രതിപക്ഷ നേതാവ്. മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടുവോ എന്നും മറ്റ് കക്ഷികൾ തമ്മിൽ കലഹമുണ്ടോ എന്നുള്ള വാർത്തകൾ വാസ്തവമില്ല എന്നും വി.ഡി. സതീശൻ. ബിജെപിയുടെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്ത്. കുമ്മനം രാജശേഖരൻ ആറന്മുളയിൽ സ്ഥാനാർത്ഥിയാകും. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.